നമസ്കാരം പ്രിയപ്പെട്ടവരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അയർലൻഡിലെ നഴ്സിംഗ് റിക്രൂട്ട്മെന്റും അതുപോലെ ഇവിടെയുള്ള നഴ്സുമാരുടെ ഷോർട്ടേജും ഒക്കെ സംബന്ധിച്ച് ഒരുപാട് പേർക്ക് സംശയങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഏകദേശം ചെറിയ ഒരു ചിത്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ വിവരിക്കാൻ പോകുന്നത്. അപ്പം എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, കഴിഞ്ഞ ഒരു വർഷം ആയിട്ട് ഈ അയർലൻഡിലേക്കുള്ള നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് വളരെ ചെറിയ രീതിയിലാണ് നടക്കുന്നത്. കാരണം ഒരുപാട് ആൾക്കാർക്ക് അവരുടെ ഡിസിഷൻ ലെറ്റർ എക്സ്പയർ ആയി പോവുക, OETയുടെ കാലാവധി കഴിയുക, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. കാരണം ഡിസിഷൻ ലെറ്റർ കൈവച്ചിട്ട് ഒരു എംപ്ലോയറെ കിട്ടാതെ കുറെ കാലം അലയേണ്ട കാര്യവും, അതുപോലെ തന്നെ ഈവൻ ഇന്റർവ്യൂ എല്ലാം പാസ്സായി കഴിഞ്ഞിട്ടും ഇങ്ങോട്ടേക്കുള്ള റിക്രൂട്ട്മെന്റ് പിന്നീട് HSC നടത്താത്തത്, അതിന്റെ ബാക്കി പ്രോസസ്സ് ഒന്നും ചെയ്യാത്തത് കാരണം ഒരുപാട് പേരുടെ ജോലി വരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം മിഡിൽ ഈസ്റ്റിലൊക്കെ ഉള്ള ഒരു ജോലിയൊക്കെ റിസൈൻ ചെയ്ത് നാട്ടിൽ പോയി, പിന്നീട് ഈ പ്രോസസ്സിങ് നടക്കാതെ അവർക്ക് അവിടെയുള്ള ജോലിയും നഷ്ടപ്പെട്ടു, ഇങ്ങോട്ട് വരാനും സാധിച്ചില്ല. അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ വന്നിട്ടുണ്ട്. ഇതിന്റെ കാരണം എന്താണ്? പലരും ചിന്തിക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള നഴ്സുമാരുടെ റിക്രൂട്ട്മെന്റ് നിർത്തിയത് കൊണ്ടാണ് എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അതല്ല അതിന്റെ കാരണം. കോവിഡിന് ശേഷം ഇവിടെ ഒരുപാട് നഴ്സുമാർ അയർലൻഡിൽ എത്തിയിരുന്നു. അതിനുശേഷം 2023 ഇവിടുത്തെ പബ്ലിക് സെക്ടറായ HSC അവരുടെ റിക്രൂട്ട്മെന്റ് ഫ്രീസ് ചെയ്തു. അതായത് ഇന്റേണലിയും അബ്രോഡും ഒക്കെയുള്ള എല്ലാ റിക്രൂട്ട്മെന്റുകളും അവർ ഫ്രീസ് ചെയ്തു. ഒരു വർഷക്കാലം നഴ്സുമാരെയോ മറ്റ് ഒരു തസ്തികയിലോട്ടുള്ള റിക്രൂട്ട്മെന്റുകൾ നടന്നിട്ടില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് പറ്റി? നാട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് നഴ്സുമാർ വരാതെയായി. ഇവിടെ നഴ്സിംഗ് ഹോമുകളിലുള്ളവർക്ക് അവരുടെ കോൺട്രാക്ട് കഴിയുമ്പോൾ അവർക്ക് മറ്റ് ജോലിക്ക് പോകാവുന്നതാണ്, മറ്റ് ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഒക്കെ കയറാവുന്നതാണ്. അപ്പോൾ ഈ റിക്രൂട്ട്മെന്റ് നിർത്തിവെച്ചിരിക്കുന്നത് കൊണ്ട് നഴ്സിംഗ് ഹോമുകളിലുള്ളവർ അവിടെ തന്നെ തുടർന്നു. പ്രത്യക്ഷത്തിൽ ഈ വേക്കൻസികൾ പിന്നീട് വരുന്നത് ആരെങ്കിലും റിട്ടയർ ആവുകയോ ആരെങ്കിലും റിസൈൻ ചെയ്യുകയോ അങ്ങനെയുള്ള ചെറിയ ചെറിയ കേസുകളിൽ മാത്രമേ പിന്നീട് വേക്കൻസി വന്നിട്ടുള്ളൂ. അല്ലെങ്കിൽ പുതിയൊരു നഴ്സിംഗ് ഹോം മൂലം തുടങ്ങുമ്പോൾ അങ്ങോട്ടേക്കുള്ള ഒരു റിക്രൂട്ട്മെന്റ്. അതുകൊണ്ടാണ് ഈ 2024 വളരെ ഗണ്യമായ രീതിയിൽ റിക്രൂട്ട്മെന്റ് കുറഞ്ഞു പോയത്. റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ടായിരുന്നു, എങ്കിലും അതിന് മുമ്പത്തെ വർഷം വെച്ച് നോക്കുമ്പോൾ വളരെ വളരെ കുറവായിരുന്നു. 2024 അവസാനത്തോടെയാണ് ഈ ഫ്രീസിങ് പാർഷ്യലായിട്ടൊക്കെ മാറ്റി ചില ഹോസ്പിറ്റൽസ് ഒക്കെ അവരുടെ ഇന്റേണൽ, അതായത് അവരവർ തന്നെ അതാത് ഹോസ്പിറ്റലുകാരൊക്കെ നാട്ടിൽ നിന്നൊക്കെ ചെറിയ രീതിയിൽ റിക്രൂട്ട്മെന്റുകൾ നടത്തിയിരുന്നു. അങ്ങനെ കുറച്ച് പേർക്കൊക്കെ കയറി വരാൻ പറ്റി. അതിന്റെ കൂടെ തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നഴ്സിംഗ് ഹോമുകളിലേക്കൊക്കെ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ജോലി ചെയ്യുന്ന നഴ്സിംഗ് ഹോമിലാണെങ്കിലും നമ്മൾ ഇവിടെ നിന്നുള്ള ഒരു കാൻഡിഡേറ്റിന് വേണ്ടിയിട്ട് ഒരു വേക്കൻസിയുടെ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു ഓഫർ നമ്മൾ ഇവിടെയുള്ള ഓൺലൈൻ ജോബിൻ്റെ എന്നുള്ളൊരു സൈറ്റിൽ ഇടുമ്പോൾ ഒരുപാട് പേര് നാട്ടിൽ നിന്ന് അവരുടെ CVs അയക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം ആൾക്കാർ OET പാസ്സായി ഇരിപ്പുണ്ട്, എത്രത്തോളം ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരാൻ കാത്തിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇത് നിങ്ങളുടെ ഒരു ഡിഫിക്കൽട്ട് ടൈമാണ്. നിർഭാഗ്യവശാൽ നിങ്ങൾ പാസ്സായ സമയം അത്ര ശരിയായ ഒരു സമയമല്ല. അതുകൊണ്ട് തന്നെയാണ്, അല്ലാതെ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്കുള്ള നഴ്സുമാരുടെ ഇത് നാട്ടിൽ നിന്നുള്ളവരുടെ റിക്രൂട്ട്മെന്റ് തടഞ്ഞു വെച്ചിരിക്കുന്നൊന്നുമല്ല. ഇവിടെ വേക്കൻസി ഇപ്പോൾ കുറവാണ്. വേക്കൻസി വരണമെങ്കിൽ മാസീവായിട്ട് HSC റിക്രൂട്ട്മെന്റ് തുടങ്ങണം. അങ്ങനെ വന്നെങ്കിൽ മാത്രമേ ഒന്നെങ്കിൽ നാട്ടിൽ നിന്ന് നേരിട്ടോ അല്ലെങ്കിൽ ഇവിടെ അവർ അഡ്വർടൈസ്മെന്റ് ചെയ്ത് ഇവിടെ നിന്നുള്ള, അതായത് പ്രൈവറ്റ് സെക്ടറിൽ നിന്ന് ഒത്തിരി പേര് പബ്ലിക്കിലേക്ക് പോകും. അപ്പോൾ നഴ്സിംഗ് ഹോമുകാർ നാട്ടിൽ നിന്നൊക്കെ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണ് ഇവിടെ വേക്കൻസികൾ വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കഴിഞ്ഞ ഒരു ഇന്റർവ്യൂ നടന്ന ഒരു ഹോസ്പിറ്റലിലേക്ക് നടന്ന ഇന്റർവ്യൂവിൽ അവർ ചോദിക്കുന്നത് മിനിമം 4 years ഓഫ് എക്സ്പീരിയൻസ് ആണ്. പണ്ട് നമ്മൾ പൊതുവേ കേട്ടിരുന്നത് 1 വർഷം എക്സ്പീരിയൻസ് ആണ്, ഇല്ലെങ്കിൽ കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് 1 വർഷമെങ്കിലും നിങ്ങൾ വർക്ക് ചെയ്യണമെന്നാണ്. പക്ഷേ ഈ ഇന്റർവ്യൂവിൽ അവർ പറഞ്ഞിരുന്നത് മിനിമം 4 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ ദ ഹോസ്പിറ്റൽ എന്നാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ റിക്രൂട്ട്മെന്റിന്റെ ഒക്കെ ഓരോ മാനദണ്ഡങ്ങളൊക്കെ ഓരോ ഹോസ്പിറ്റലുകാർ മാറ്റുന്നുണ്ട്. അത് കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആളെ കിട്ടാനാണ്. അപ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കുക, കറന്റ്ലി വർക്കിംഗ് ആയിട്ടിരിക്കുക. ഇല്ലെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാൻഡിഡേറ്റ്സ് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഒരുപാട് പേര് OET പാസ്സായി ഇരിപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ CV സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് കുറവോ അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് വന്ന ഗ്യാപ്പോ കാരണം നിങ്ങളുടെ അവസരം നഷ്ടപ്പെടാം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒരു നല്ല ജോലി എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ പുറത്തേക്കൊക്കെ പോകണമെന്ന് വളരെ ആഗ്രഹമുള്ളവർ, പിന്നെ നിങ്ങളുടെ ഭാഗ്യമാണ്. ഇതിനകത്ത് പുറത്തുനിന്നുള്ള ഒരു ഇൻഫ്ലുവൻസോ അല്ലെങ്കിൽ ഇവിടെയുള്ള ഒരാൾക്കൊന്നും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ പ്രോസസ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു ഏജൻസി ത്രൂ നിങ്ങൾ അത് തുടങ്ങുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. മറ്റൊന്നും കൊണ്ടല്ല, ഒരു 90-95% എംപ്ലോയീസും ഏജൻസി ത്രൂ ആണ് അവരുടെ കാൻഡിഡേറ്റ്സിനെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത്. വളരെ ചുരുക്കം നഴ്സിംഗ് ഹോമുകാരോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ് അവരിപ്പം നാട്ടിൽ പോയി നേരിട്ട് റിക്രൂട്ട്മെന്റ് ചെയ്യുന്നുള്ളൂ. ഇതിന്റെ കാരണം ഒരുപാട് പ്രോസസ്സ് ഉണ്ട് ഇതിന്റെ, ഫ്രം ദ ബിഗിനിങ് ടിൽ ദി എൻഡ്. അപ്പോൾ ഇതൊക്കെ പഠിച്ച് അതിന്റെ ഫോളോ അപ്പ് ഒക്കെ ചെയ്യാൻ ഇവിടെയുള്ളവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഒരു ലംസം ഈ ഏജന്റിന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാൻഡിഡേറ്റിനെ ഏജൻസി, അതായത് എല്ലാ എക്സാമും ഇവിടെയുള്ള എക്സാമൊക്കെ പാസ്സായതിനു ശേഷം നഴ്സിംഗ് ഹോമിലെത്തിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തുടക്കം മുതൽ ഏജൻസി ത്രൂ പോയിലുള്ള ഒരു പ്രശ്നം, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് ഒരു എംപ്ലോയറെ കണ്ടെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അന്നേരം ഒരു ഏജൻസിനെ സമീപിക്കും. അന്നേരം എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ ആ പ്രയോറിറ്റി ലിസ്റ്റിന്റെ താഴെ പോകും. കാരണം അവർ വഴി പ്രോസസ്സിംഗ് തുടങ്ങിയവർ പ്ലേസ്മെന്റ് കൊടുത്തതിന് ശേഷമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ.
പക്ഷേ അതുവരെ നിങ്ങൾക്ക് സമയം ഉണ്ടാകുമോ, നിങ്ങളുടെ ഡിസിഷൻ ലെറ്ററിന് വാലിഡിറ്റി ഉണ്ടാകുമെന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ നാട്ടിലുള്ളവർക്ക് ശുഭാപ്തി വിശ്വാസം നൽകുന്ന മറ്റൊരു കാര്യം, ഈ അയർലൻഡിലൊക്കെ നഴ്സിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വളരെ കുറവാണ്. ഇവിടുത്തുകാർ ഇപ്പൊ നമ്മുടെ മലയാളികളുടെ ഒക്കെ പിള്ളേരൊക്കെ ആ പ്രായം എത്തി വരുന്നു, അവരൊക്കെ പഠിക്കുന്നുണ്ട്. എങ്കിലും ഇവിടുത്തെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു സ്റ്റുഡന്റ് അല്ലെങ്കിൽ നഴ്സുമാരെ എല്ലാ വർഷവും ഇവിടെ പഠിപ്പിച്ച് ഇറക്കുന്നില്ല. ജോയിൻ ചെയ്യുമ്പോൾ ഒരുപാട് പേരുണ്ടെങ്കിലും പഠനത്തിന്റെ അവസാനമാകുമ്പോഴത്തേനും പലരും ഇത് നിർത്തിപ്പോകും. ഈവൻ പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ മറ്റ് രാജ്യങ്ങളിൽ പോയിട്ടാണ് അവർ ജോലി ചെയ്യുന്നത്, മിഡിൽ ഈസ്റ്റ്, ഓസ്ട്രേലിയ. കാരണം ഒരുപാട് ശമ്പള വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് നമ്മുടെ മലയാളികൾക്ക് എപ്പോഴും ഒരു ശുഭാപ്തി വിശ്വാസം കളയേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് എപ്പോഴും ഒരു സാധ്യത അവിടെ ഉണ്ട്. പിന്നെ ഏതൊരു കയറ്റത്തിനും ഒരു ഇറക്കമുണ്ടെന്ന് പറയുന്ന പോലെ ഇപ്പോൾ വേക്കൻസി ഒക്കെ ഇച്ചിരി കുറവാണ്. പക്ഷേ വരും വർഷങ്ങളിൽ തീർച്ചയായിട്ടും വേക്കൻസികൾ കൂടും. റിട്ടയർമെന്റ് ഉണ്ടാകും, പുതിയ ഹോസ്പിറ്റലുകൾ, പുതിയ നഴ്സിംഗ് ഹോമുകൾ ഒക്കെ ഉണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും വേക്കൻസികൾ ഇനിയും വരും. പക്ഷേ ഇപ്പോൾ ഒരു ഡിഫിക്കൽട്ട് ടൈമാണ്. അതിന് ആരെയും സഹായിക്കാൻ പറ്റത്തില്ല. ഇവിടുത്തെ അവസ്ഥ മാറിയെങ്കിൽ മാത്രമേ നിങ്ങൾക്കും അതിനുള്ള ഉപകാരവും നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാനും സാധിക്കത്തുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റ് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളുമായിട്ട് വരാം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.